പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവത്കരണം തുടർന്ന് മൂന്നാം മോദി സർക്കാർ 4 പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികൾ വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. സെബിയുടെ നിബന്ധന പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഓഹരികൾ വിറ്റഴിക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയുടെ ഓഹരികൾ വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഇതിനായി അടുത്ത മാസം ധനമന്ത്രാലയം ക്യാബിനറ്റ് അനുമതി തേടുമെന്നാണ് സൂചന. ന്യൂസ് ഏജൻസിയായ റോയിറ്റേഴ്സിന് നൽകിയ റിപ്പോർട്ടിലാണ് സർക്കാർ വൃത്തങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കനുസരിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 93% ഓഹരി പങ്കാളിത്തമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 96.4%, യൂക്കോ ബാങ്കിൽ 95.4%, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ 98.3% പങ്കാളിത്തമുണ്ട്. ഓപ്പൺ മാർക്കറ്റിലൂടെ ഓഫർ ഫോർ സെയിൽ വഴിയായിരിക്കും ഓഹരി വിറ്റഴിക്കുക എന്നാണ് സൂചന. വിപണിയുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഓഹരി വിൽപ്പന നടത്തുക. അതേസമയം എത്ര ശതമാനം ഓഹരി വിറ്റഴിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ലിസ്റ്റഡ് കമ്പനികളിൽ 25% പങ്കാളിത്തം പൊതുനിക്ഷേപകർക്കുണ്ടായിരിക്കണമെന്നാണ് സെബിയുടെ നിബന്ധന. എന്നാൽ 2026 വരെ ഈ നിബന്ധന പാലിക്കുന്നതിൽ നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിരിക്കെയാണ് കേന്ദ്രത്തിന്റെ നടപടി. കൈരളി ന്യൂസ്, ദില്ലി. സൗരോർജ്ജ വൈദ്യുതി കരാർ കോഴയിൽ അദാനി ഗ്രൂപ്പിന് വീണ്ടും തിരിച്ചടി. ഗൗതം അദാനി, അനന്തരവൻ സാഗർ അദാനി എന്നിവരടക്കം 8 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അദാനി അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരും. അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, അദാനി ഗ്രൂപ്പുമായി ചേർന്ന് നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികൾ കെനിയ റദ്ദാക്കുന്ന ഒരു സാഹചര്യവും കൂടി ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിവായിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യക്തമാക്കിയത്. അതായത് അദാനി ഗ്രൂപ്പുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള 30 വർഷത്തെ വൈദ്യുതി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള $700 മില്യൺ കരാറാണ് ഇപ്പോൾ റദ്ദാക്കിയെന്ന് കഴിഞ്ഞ ദിവസം കെനിയൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ ഓസ്ട്രേലിയ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെയും കരാറുകളിൽ വലിയ രീതിയിൽ അദാനി ഗ്രൂപ്പ് അഴിമതി കാണിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. എന്തായാലും അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് അടക്കമുള്ള കാര്യങ്ങളിലും ഇപ്പോൾ നീങ്ങുകയാണ്. എന്തായാലും മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള കരാറുകൾ ലംഘിച്ച് മറ്റു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറ്റപത്രത്തിന് പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗൗതം അദാനിക്കെതിരെ കഴിഞ്ഞ ദിവസം തട്ടിപ്പും വഞ്ചനാ കുറ്റവും ചുമത്തി US കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 54 പേജ് അടങ്ങുന്ന കുറ്റപത്രത്തിൽ സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ വേണ്ടി ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്നും ഇക്കാര്യം മറച്ചുവെച്ച് അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നുമാണ് കേസ്. എന്തായാലും ഈ കേസിന് ആസ്പദമായിട്ടുള്ള വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം BJPയും അദാനി ഗ്രൂപ്പിനെയും ഗൗതം അദാനിയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷ നേതാക്കൾ വലിയ രീതിയിൽ വിമർശനമായി എത്തിയിരുന്നു. ഗൗതം അദാനി അറസ്റ്റ് ചെയ്യണം, ഒപ്പം BJP നേതാക്കളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യണമെന്ന ആവശ്യവും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ, ഈ കേസിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന് വലിയ രീതിയിൽ ഓഹരി വിപണിയിലും വലിയ രീതിയിൽ തകർച്ചയുണ്ടായിട്ടുണ്ട്. 2.25 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം തന്നെ അദാനി ഗ്രൂപ്പിനുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കും രാഷ്ട്രീയ കോളിളക്കത്തിനുമാണ് ഈ അദാനി വിഷയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.